അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, സഹാബ ചിരിക്കല്ലേ സഹാബ. വല്ലാതെ ചിരിക്കുന്നവരോട് റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയുമോ? ഞാനും നിങ്ങളും പല സ്ഥലങ്ങളിലും വല്ലാത്ത ചിരിയും കളിയുമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 6 സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിക്കാൻ പാടില്ല, 6 സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിക്കരുത്. ആരെങ്കിലും 6 സ്ഥലങ്ങളിൽ പല്ലുവെളിയിൽ കാണുന്ന രീതിയിൽ ചിരിച്ചാ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അവന്റെ തല പട്ടികയുടെ തല പോലെയാ. അവന് പട്ടികയുടെ തലയുമായിട്ടാണ് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുമ്പോ ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമേതെന്നറിയുമോ ബാപ്പാ? യഥാ ചെറുപ്പക്കാരാ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് പട്ടികയുടെ കോലത്തിൽ കടന്നു വരുന്ന വിഭാഗമാരെന്നറിയുമോ? 6 സ്ഥലങ്ങളിൽ ചിരിച്ചവരാ, 6 സ്ഥലങ്ങളിൽ ചിരിച്ചവരാണ്. 6 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമേതെന്നറിയുമോ? അല്ലാഹുവേ, മയ്യത്ത് ഖബറടക്കുന്ന ഖബർസാനുണ്ടല്ലോ, ജനാസ കൊണ്ടുവരുമ്പോ, ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ പുറകിൽ നിന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്നവരുണ്ട്. ചിരിക്കല്ലേ ചെറുപ്പക്കാരാ, ചിരിക്കല്ലേ ബാപ്പാ. പടച്ചവനെ പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ആ ജനാസ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി 6 മണ്ണിന്റെ ഖബറിന്റെ അകത്തേക്ക് ആ മനുഷ്യന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ അവിടെ നിന്ന് രാഷ്ട്രീയം പറയുന്ന വാപ്പാ, അവിടെ നിന്ന് കൊണ്ട് തമാശ പറയുന്ന ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ചിരിക്കുകയാണല്ലോ, അവിടെ നിന്ന് ചിരിക്കുകയാണല്ലോ. അത് ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമാണല്ലോ, അത് ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമാ. പള്ളിപ്പറമ്പിൽ നിന്ന് ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 6 സ്ഥലങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 40 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, പള്ളിപ്പറമ്പിൽ നിന്ന് നിനക്ക് രാഷ്ട്രീയം പറയാനോ, കുടുംബകാര്യം പറയാനോ, വിശേഷം അന്വേഷിക്കാനോ, അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല പള്ളിപ്പറമ്പ്. അവിടെ നിന്നുകൊണ്ട് ചിരിക്കാനുള്ള സ്ഥലമല്ല പള്ളിപ്പറമ്പ്, അത് കരയാറുള്ള സ്ഥലമാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, മഹ്ശറ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, വിചാരണയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, പിന്നെ എന്തിനെ കുറിച്ച് പറയുമ്പോഴാണ്? ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറങ്ങാട് കണ്ടു കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. കരയണം വാപ്പാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു ചെല്ലുകയാണ്. മുത്തുനബിയേ,
നന്നാകണം നബിയേ, ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം നബിയേ. ഈ സ്വഹാബി കള്ളുകുടിയനല്ല, നിസ്കരിക്കാത്തവനല്ല, ഖുർആൻ ഓതാത്തവനല്ല, ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്ന അബൂദറാണ്. ഇനി കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാൻ മുത്തുനബിയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ ഒരു വഴി പറഞ്ഞു തരുമോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയുമോ? പള്ളിപ്പറമ്പില് പോകാരാ, ഖബർസ്ഥാനില് പോകാരാ. എടാ ചെറുപ്പക്കാരാ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കുമ്പോ ആ പള്ളിപ്പറമ്പിലെ മൈലാഞ്ചി ചെടികൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടടാ. നീ പലതും കേൾക്കുന്നില്ലല്ലോ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്നവരോട് നിനക്കറിയുമോ, നിനക്ക് നാവുള്ളതുപോലെ എനിക്ക് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ഖബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ. ഇന്ന് വിശ്വസിക്കാൻ നിനക്ക് മടിയാണെങ്കിലും, ഇന്ന് നിനക്ക് വിശ്വസിക്കാൻ മടിയാണെങ്കിലും നീ കേൾക്കും ചെറുപ്പക്കാരാ, ഈ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട്, ഈ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരോടെ ഖബറടക്കുന്നതിന് വേണ്ടി നിന്റെ ജനാസ ഈ പള്ളിയിൽ നിന്നിറക്കുമ്പോ ആ ഖബർ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ഈ ഖബർ ഓരോരുത്തരോടും സംസാരിക്കുകയാ, ഓരോ മനുഷ്യരോടും ഖബർ സംസാരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അവിടെ പോയി നിന്ന് ചിരിക്കല്ലേ, അവിടെ പോയി നിന്ന് കുടുംബകാര്യം പറയല്ലേ. അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ചിരിച്ചാ നാളെ പരലോകത്ത് പട്ടികയുടെ തലയുമായിട്ടാ കിടന്നു വരുന്നത്. അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും കുടുംബകാര്യം, ഈ ദുനിയാവിന്റെ കാര്യം ചർച്ച ചെയ്താ അവന്റെ 40 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് നിനക്ക് കരയാകണമെന്നാൽ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തല്ലോ, ഒരുപാട് നന്ദികേടുകൾ ചെയ്തു പോയല്ലോ, പാപങ്ങളുടെ കണക്കെനിക്കറിയില്ലല്ലോ. ഹസിബൂ ഖബല അൻ തുഹാസബൂ. നാളെ വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവര് കരയാക്കിടിയുമോ? അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? നരകമോചനമാണ്, നരകമോചനമാണ്. റമദാനിന്റെ അവസാനത്തെ 10 ദിവസം കടന്ന് നിലവിളിക്കുന്നവര് നിനക്ക് നരകമോചനം തരാമെന്ന് പടച്ച റബ്ബാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തീയുടെ വലിപ്പം പറയുമ്പോ നിനക്ക് വിശ്വസിക്കാമല്ലാത്ത മടിയാണല്ലോ. ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദേ എന്ന് കളിയാക്കുന്നവരുണ്ടല്ലോ. എടാ വിശ്വസിക്കണ്ടടാ ചെറുപ്പക്കാരാ. പക്ഷേ നീ വിശ്വസിക്കുന്ന ഒരു ദിവസമുണ്ടടോ, ഈ പറയുന്ന നരകം ഈ ഭൂമിയിൽ എവിടെയാണെന്ന് കളിയാക്കി ചോദിക്കുന്നവര് നിനക്ക് ബുദ്ധി കൂടിയത് കൊണ്ടാ നീ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ നാളെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, വൈദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മളൊക്കെ നിൽക്കുമ്പോൾ അതാ പടച്ചവനെ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കും തന്റെ അനുയായികളും നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ വലിച്ചടച്ചു കൊണ്ടുവരികയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ വലിച്ചടച്ചു കൊണ്ടുവരികയാ. എങ്ങനെയാ കൊണ്ടുവരുന്നത്? 70,000 ചങ്ങലകളിൽ കെട്ടിക്കെട്ടാ കൊണ്ടുവരുന്നത്. ആ നരകത്തിന്റെ ഒരു ഭാഗം
ഭാഗത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് 70,000 ചങ്ങലയിലാ. ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? ഈ ദുനിയാവിനെക്കാളും വലുതാ. അതുപോലെയുള്ള 70,000 ചങ്ങലകള്, ഒരു ചങ്ങലയിലെ 70,000 മലക്കുകള് എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നരകത്തെ ഇങ്ങനെ വലിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ സിറാജ് കാണുകയാണ്, നിങ്ങൾ ഓരോരുത്തരും കാണുകയാണ്. അന്നാ ചെറുപ്പക്കാർ അവിടെ നമ്മൾ കൊണ്ട് പടച്ചവരോട് പറയുകയാണ്, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. കണ്ട് റബ്ബേ, ആ നരകം ഞങ്ങളെ കണ്ട് റബ്ബേ, ആ നരകത്തിന്റെ വലിപ്പം ഞങ്ങളെ കണ്ട് റബ്ബേ, ആ നരകത്തിന്റെ തീ ഞങ്ങളെ കണ്ട് റബ്ബേ. അബ്സറിനാ വസമിഅനാ, അത് കടന്ന് വിളിക്കുന്നത്, അത് കടന്ന് അട്ടഹസിക്കുന്നത്, അതിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം തരണേ അല്ലാ. ഇന്ന് നാളെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് ഖുർആനാ പറയുന്നത്.